നമ്മുടെ തേർഡ് സീരീസ് അല്ലെങ്കിൽ തേർഡ് വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റത്തെ വീഡിയോ ആണിത്. ഇതിനകത്താണ് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഉള്ളത്. ഇതുകൂടി ചെയ്താൽ ഔട്ട് ഓഫ് 30 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 21st question ഏതാണ്? ക്വസ്റ്റ്യൻ നോക്കിക്കേ. In which English missionary who started the first mixed school in Kerala? Reverend Dawson, Reverend Joseph Pitt, Charles Smith, Thomas Norton. അപ്പം ഇത് അത്ര ഫെമിലിയർ ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ഇത് ശരിക്കും മിഷണറി, ഇംഗ്ലീഷ് മിഷണറിയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ വരുന്നതാണ് ഇത്. വളരെ എന്താ പറയാ, കോമൺ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Next question is, the following are the two disciples of Srinarayana Guru who attended the Vaikam Satyagraha in 1924. ഇതും ഒരു എന്താ പറയാ, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. വൈക്കം സത്യാഗ്രഹയിൽ നമ്മൾ നോർമലി പഠിക്കുന്ന പോയിന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണിത്. അറിയുന്നവർ എഴുതുക, അറിയാത്തവർ പിന്നീട് ആൻസർ അറിയുമ്പോൾ നിങ്ങളുടെ നോട്ടിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. കൊട്ടുകൊയ്ക്കൽ വേലായുധൻ സ്വാമി ഗുരുപ്രസാദ്, രാമാനന്ദ സ്വാമികൾ സ്വാമി സത്യവർദ്ധൻ, ചൈതന്യ സ്വാമികൾ സ്വാമി ഗുരുപ്രസാദ്, സ്വാമി സത്യവർദ്ധൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. കോട്ടുകോയിക്കൽ വേലായുധൻ. ഓക്കെ, ആരാ നോക്കിയിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് വൺ ഈസ്, who introduced punctuations marks like full stop, comma, semicolon and question marks in Malayalam language? ഇത് റോൾ ഓഫ് പ്രസ്സിൽ വരുന്ന ഭാഗമാണ് കേട്ടോ. ബെഞ്ചമിൻ ബൈലി, ആർനസ് പാതിരി, ഹേമൻ ഗുണ്ടട്ട്, ജെ ഡോസൺ. ആരാന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു വട്ടം എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മ വരുന്നില്ല എനിക്ക് പെട്ടെന്ന്. നിങ്ങൾ ആൻസർ അറിയുമെങ്കിൽ എഴുതൂ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which article of Indian Constitution deals with the Consolidated Fund of India? Constitution ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആർട്ടിക്കിൾ റിലേറ്റഡ് ആണ്. ആർട്ടിക്കിൾ 266 ആണോ, 262 ആണോ, 269 ആണോ, 276 ആണോ? ഏതാന്ന് അറിയുമെങ്കിൽ എഴുതാം. നെക്സ്റ്റ്, the Article 371F contains special provision with respect to which state of India? നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം. ഏതാ നോക്കി എഴുതാം. നെക്സ്റ്റ് വൺ 26th onwards നമ്മുടെ മെത്തഡോളജി ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. In the context of educational objectives, what does cognitive domain refer to in Bloom's taxonomy? ഒരു 100% അല്ലെങ്കിൽ ഒരു 99% ഉറപ്പിക്കാവുന്ന മെത്തഡോളജിയിലെ ഒരു ടോപ്പിക് ആണ് ബ്ലൂംസ് ടാക്സോണമി. എന്തായാലും പഠിക്കണം. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഫിസിക്കൽ സ്കിൽസ് ആൻഡ് കോർഡിനേഷൻ ആണോ, നോളേജ് ആൻഡ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണോ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സ് ആണോ, അഥവാ അഫക്റ്റീവ് സ്കിൽസ് ആൻഡ് വാല്യൂസ് ആണോ? ആലോചിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്? നമ്മൾ എപ്പോഴും പറയും അല്ലെ, ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്നൊക്കെ ഒരു ടീച്ചർ എന്താണ് ലെസൺ പ്ലാൻ എഴുതുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതിന് നല്ലൊരു എക്സാമ്പിൾ ഏതാണ്? Students will appreciate the beauty of classical literature. Students will join a local sports club. Students will have fun during the field trip. ഇതിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിന് എക്സാമ്പിൾ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, സ്റ്റേറ്റ്മെന്റ് മോഡലാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഓപ്ഷൻ, ആ ഒരു 3 സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്താം. അതിനുശേഷം മാത്രം ഓപ്ഷനിലേക്ക് പോവുക. Next one is, which curriculum organizational approach emphasizes the interaction of various subjects around a central theme or project? Subject centered approach ആണോ, correlation approach ആണോ, interdisciplinary approach ആണോ, experimental learning approach ആണോ? തന്നിരിക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക, ഓപ്ഷൻസ് നോക്കുക, ആൻസറിലേക്ക് എത്തുക. Which aspects of learning do the lowest 4 orders in Gagne's hierarchy primarily focus on? Gagne's hierarchy, അതായത് നമുക്കറിയാം 5 ക്വസ്റ്റ്യൻ മെത്തഡോളജി എന്ന് വരുമ്പോൾ അതിലൊരു 2 ക്വസ്റ്റ്യൻ സൈക്കോളജിന്ന് കയറി വരാം, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും സൈക്കോളജിന്ന് വരാം. ആ സൈക്കോളജിയിലാണ് നിങ്ങൾ എല്ലാവരെയും ഒന്നും കയറി പഠിക്കേണ്ട. പിയാഷെ പഠിക്കാം, ഗാഗ്നെ പഠിക്കാം, അങ്ങനെ കുറച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ട്, അവരെ മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഗാഗ്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നോക്കിക്കേ, ലോവസ്റ്റ് 4 ഓർഡേഴ്സ് ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്, അഫക്റ്റീവ് ആസ്പെക്ട്സ്, സൈക്കോമോട്ടർ ആസ്പെക്ട്സ്, ബിഹേവിയറൽ ആസ്പെക്ട്സ്. ഗാഗ്നെ ഹയറാർക്കി primarily focus on എന്താണെന്ന് പറയാം. Last question, which type of validity assessor
whether the assessment measures what is supposed to measure comprehensively. Content validity, construct validity, concurrent validity, predictive validity. ആക്ച്വലി നമ്മുടെ ഒരു ടെസ്റ്റിന് വേണ്ട കുറച്ച് ഗുണങ്ങളുണ്ട് അല്ലെ. വാലിഡിറ്റി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, ഒബ്ജക്റ്റീവ്നെസ് ഉണ്ട്, അങ്ങനെ ആക്സസിബിലിറ്റി ഒക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ വാലിഡിറ്റി പറയുമ്പോൾ വേറെ പലതരത്തിലുണ്ട്. പക്ഷെ നമ്മുടെ എക്സാമിന് ഇതൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട. നമുക്ക് വാലിഡിറ്റി എന്താന്നൊക്കെ അറിഞ്ഞാൽ മതി. ആ ഒരു നോളേജ് വെച്ച് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ, ആ അറിവ് വെച്ച്, നിങ്ങൾ പഠിച്ച അറിവ് വെച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. ഔട്ട് ഓഫ് 30 എത്ര കിട്ടി എന്ന് പറയും. ഇനി ഞാൻ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീരീസ്, എക്സാം സീരീസ് പോലെ കണ്ടക്ട് ചെയ്തത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവട്ടെ, അല്ലെങ്കിൽ പഠിച്ചവർക്ക് ഒരു മോട്ടിവേഷൻ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഒരു രീതിയിലും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കരുത്. നിങ്ങൾക്കിപ്പോ ഇതില് 30 0 കിട്ടിയെന്ന് വിചാരിക്കാം, കുഴപ്പമില്ല, നമുക്ക് ഇനിയും ശ്രമിക്കാം. നിങ്ങൾക്ക് 30 ഔട്ട് ഓഫ് 30 നിങ്ങൾക്ക് 0 ആണ് കിട്ടിയതെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാം. ഈ 30 ക്വസ്റ്റ്യന്റെ ആൻസറും അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാം. സോ നാളെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. കറന്റ്ലി നിങ്ങൾക്ക് 30 ഔട്ട് ഓഫ് 30 നേടിയ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അത് വളരെ പോസിറ്റീവ് ആണ്. ഓക്കെ, ഒന്നുമില്ല എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ എന്തൊക്കെ ലഭിച്ചു എന്നത്, അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് വരിക. നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, ഇനി മുന്നിൽ കുറച്ച് സമയമുണ്ട്. ഉള്ള സമയങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാം. എനിക്ക് ഡെയിലി നമുക്ക് പല ഭാഗത്തുനിന്ന് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേര് മിസ്സേ ഞാൻ ഇത് ചെയ്തോട്ടെ, ഞാൻ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതിന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീരീസ് ചെയ്തത്. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടായ ഒരു ഇമ്പാക്ട് എന്താന്നുള്ളത് എന്നെ പേഴ്സണലി അറിയിക്കണേ. അപ്പം ഈ ഒരു 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പൊ മാർക്ക് എന്നെ അറിയിക്കുക, അഭിപ്രായം എന്നെ അറിയിക്കുക. നമുക്ക് ഇതുപോലെ വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലൂടെ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.